അത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് ഉദാഹരണമായിട്ട് അയാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട്, അയാൾ ചോര തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി എളുപ്പമാണ്. അല്ലെങ്കിൽ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ട്, അവർ ചോര ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മലത്തിൽ ചോര പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും എങ്ങനെയാണ് പറ്റുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ റിയാക്ഷൻ മാത്രമേ ആദ്യം വരുള്ളൂ. അതായത് ക്യാൻസർ അവിടെ ഉണ്ടാവും, അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, സ്ട്രോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സ്ട്രോക്ക് വരും, നമ്മൾക്ക് ചെറിയ പ്രമേയമുണ്ട്, നമ്മൾ അതിന് ചികിത്സയൊക്കെ കൊടുക്കും. പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ വെച്ചിട്ട് പോയി പിന്നെ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത സ്ട്രോക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മരുന്ന് ഫലിക്കുന്നില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ചികിത്സേൻ്റെ തെറ്റാണെന്ന് വിചാരിക്കും. കാരണം രോഗിക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആദ്യം ഹോൾ ബോഡി സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അതായത് തല നമ്മൾ ഓൾറെഡി ഇത് വരുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. തൊറാക്സും അബ്ഡോമനും, അതായത് ചെസ്റ്റും അബ്ഡോമനും കൂടി ആദ്യം CT സ്കാൻ എടുത്ത് നോക്കും. അതോടുകൂടി തന്നെ വൃഷ്ണം, മറ്റേ ബ്രസ്റ്റ്, അങ്ങനത്തെ ഇതൊക്കെ അതും ചെയ്ത് നോക്കും. അതിൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ നമ്മൾ പെറ്റ് സ്കാൻ എന്ന് പറയും, അത് ചെയ്യണം. അത് സ്പെഷ്യലൈസ്ഡ് സ്കാനാണുള്ളത്. അത് വളരെ കുറഞ്ഞ സെൻറ്റേഴ്സിലേ ചെയ്യുന്നുള്ളൂ. വളരെ അപൂർവമായിട്ട് ആദ്യത്തെ പെറ്റിലും കിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് പിന്നെയും സിംറ്റം ഉണ്ടെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും പെറ്റ് ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.